സ്ത്രീകളായാലും പുരുഷന്മാരായാലും പലതരത്തിലുള്ള ആളുകൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അതിനൊരു റെപ്രസെന്റേറ്റീവ് എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ എല്ലാ പുരുഷന്മാരും അങ്ങനെയാണെന്നോ. ഓക്കെ, ഡിവോഴ്സ് റേറ്റ്സ് കൂടുന്നുണ്ടാവുമായിരിക്കാം, പക്ഷെ ഞാനും ഇതിനെക്കുറിച്ച് കുറെ ആലോചിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് ഒരു റിലേഷൻഷിപ്പ്? രണ്ടുപേര് ഹാപ്പി ആയിട്ട് ഇരിക്കണ്ടേ? കുട്ടികള് ലോകത്തുള്ള എല്ലാ ഫാമിലീസിലും ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ അല്ലെങ്കിൽ അപ്പർ ക്ലാസ് ഫാമിലീസിൽ അങ്ങനെയാണ്, എപ്പോഴും അടിയാണോ എന്ന് എങ്ങനെ വിചാരിക്കുന്നു എനിക്ക് മനസ്സിലായില്ല. വയലൻസ് ഇസ് വയലൻസ്. ഇപ്പൊ പറഞ്ഞ പോയിന്റ് ഞാൻ യോജിക്കുന്നുണ്ട്. ഈ സിനിമയിൽ ഇങ്ങനെയാണ് പറയുന്നത്. ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് സംസാരിക്കുന്ന സിനിമയാണ്. പക്ഷെ അതിപ്പോ അതാണ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞത്. ഞാൻ എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്തിനോട് എനിക്ക് ഓപ്പൺ ആയി പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സിനിമയാണ്. എല്ലാം നല്ല വശങ്ങൾക്ക് ഒരു മോശം എന്ന് പറയുന്ന പോലെ തന്നെ ഈ സിനിമ ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ പുരുഷന്മാരിലെ ഒരു കൂട്ടം എങ്ങനെയാണ് മേജർ ഫാമിലീസിൽ ഇങ്ങനത്തെ കാര്യങ്ങളാണ് നടന്നു വരുന്നത് എന്നുള്ളത് എടുത്ത് കാണിക്കുന്നത്. ശരിക്കും അങ്ങനെ ഒരു മെസ്സേജ് കൂടെ ഇതിന് പോകുന്നില്ല, അങ്ങനെ ചർച്ച വന്നാലും ഇല്ല, അങ്ങനെ തോന്നേണ്ട ഒരു ആവശ്യമില്ല. അതൊരു റെസിഡൻഷ്യൽ ഏരിയയിലുള്ള പലതരത്തിലുള്ള ആളുകളാണ്. അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും പലതരത്തിലുള്ള ആളുകൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അതിനൊരു റെപ്രസെന്റേറ്റീവ് എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ എല്ലാ പുരുഷന്മാരും അങ്ങനെയാണെന്നോ അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് മെൻ അങ്ങനെയാണെന്നോ നമ്മൾ എവിടെയും കാണിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ഡിസ്കഷൻ തന്നെ ആവശ്യമില്ല. സിനിമ എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരുടെയും പറയുന്ന ഒരു കാര്യമാണ്. സിനിമ ആസ് എ റിഫ്ലക്ഷൻ ഓഫ് സൊസൈറ്റീസ് അങ്ങനെ കുറെ പറയുന്നുണ്ടല്ലോ. അതിന്റെ കുറച്ച് ഡിസ്കഷൻസും വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ എല്ലാവരും ഗ്രേ ആണ്. ഐഡിയൽ എന്ന് പറയുമ്പോൾ ആ ഒരു സാഹചര്യം എന്നേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ, അല്ലാതെ ഇവരാണ് ഐഡിയൽ കപ്പിൾസ് എന്ന് എനിക്ക് ആ ഒരു അഭിപ്രായം അല്ല ഉള്ളത്. എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള ഒരു ഗ്രേ ഷെയ്ഡ്സ് ഉണ്ട്. അങ്ങനത്തെ കുറച്ച് ഗ്രേ ഷെയ്ഡ്സ് കാണിച്ചു പോകുന്ന കുറച്ച് ക്യാരക്ടേഴ്സിന്റെ ഒരു സിനിമയാണ് ഈ സിനിമയിൽ. ഇപ്പോ ഞാൻ ചെയ്ത ആതിര ചെയ്ത പ്രിയ ധന്യ, ഇവരുടെ ഈ കോൺവെർസേഷൻ ആണ് ഈ സിനിമയുടെ ഒരു പോയിന്റില് അതിന് ക്ലൈമാക്സിലേക്ക് ഒരു സെക്കൻഡ് ഹാഫ് ഫുള്ള് അതിനെ കുറിച്ചിട്ടാണ് പിന്നീട് ഡിസ്കഷൻ വരുന്നത്. അത് വളരെ എല്ലാവരുടെയും ലൈഫിൽ വളരെ സെൻസിറ്റീവ് ആയ വിഷയമാണ്. പക്ഷെ അത് നമ്മൾ എല്ലാവരും നമുക്ക് അത്രയും ക്ലോസ് ആയിട്ട് നമുക്ക് ഓപ്പൺ അപ്പ് ആവാൻ സ്പേസ് ഉള്ള ഒരാളുടെ അടുത്ത് മാത്രം നമ്മൾ സംസാരിക്കുന്ന കുറച്ച് വിഷയങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഉള്ള വിഷയങ്ങൾ നമ്മൾ സംസാരിക്കാൻ പറ്റാത്ത ആളുകളുണ്ടാവും, അല്ലെങ്കിൽ അത്രയും അങ്ങനെ സംസാരിക്കാൻ ഒരു സൗഹൃദം ഇല്ലാത്ത ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു കാര്യം എനിക്ക് അടുപ്പമുള്ള ഒരാളോടെങ്കിലും ഷെയർ ചെയ്യാൻ എനിക്ക് പറ്റിയെങ്കിൽ കുറച്ചെങ്കിലും എനിക്കൊരു ഏതെങ്കിലും രീതിയിൽ ഒരു റിലീഫ് കിട്ടിയെങ്കിൽ നന്നായെന്ന് ചിലർക്ക് ചിന്തിക്കാം. അതല്ലാതെ ഈ പറഞ്ഞ പോലെ എൻ്റെ ക്യാരക്ടർ ഈ ഒരു കോൺവെർസേഷന് ശേഷം ഉണ്ടാകുന്ന കുറേ സംഭവങ്ങളുണ്ട്. അതിനുശേഷം ഈ ക്യാരക്ടർ ഒരു പോയിന്റ് ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ധന്യയെ പോലെ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. നമുക്കൊക്കെയും അറിയുന്ന ആളുകൾ ചിലപ്പോൾ ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇപ്പോൾ ഞാനൊരു സിനിമ കണ്ട് അതിൽ നിന്നൊരു ക്യാരക്ടർ ഇതിപ്പോ എന്നെ പോലെ ഉണ്ട് എന്ന് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ ക്യാരക്ടർ ചിന്തിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ആ ക്യാരക്ടർ ചെയ്യുന്ന ഒരു പ്രവൃത്തി ഒരു പക്ഷേ ഞാൻ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കും. അപ്പൊ അതേപോലെ ഈ ഒരു സിനിമയിൽ തന്നെ എടുക്കുന്ന ഒരു തീരുമാനം ചിലർക്കെങ്കിലും ജീവിതത്തിൽ പകർത്താനായിട്ട് ഒരു പ്രചോദനമായേക്കാമെന്ന് തീർച്ചയായിട്ടും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു ബാക്കിയുള്ളവർ എന്ത് പറയും, അല്ലെങ്കിൽ സൊസൈറ്റി എന്ത് പറയും, ആരും എൻ്റെ കൂടെ ഉണ്ടായില്ലെങ്കിലോ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്താൽ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ച് പേടിച്ച് മുന്നോട്ട് പോകുന്ന ഒരുപാട് പേർക്ക് തീർച്ചയായിട്ടും ഇതൊരു ഇൻസ്പിറേഷൻ തന്നെയായിരിക്കും ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഇങ്ങനത്തെ കോൺവെർസേഷൻസ്. നോർമലി എനിക്ക് അജിത്ത് എന്ന കഥാപാത്രത്തെ ട്രിഗർ ചെയ്തത് ഒരു രണ്ടുപേരുടെ ടോക്ക് ആയിരിക്കില്ല, ഒരു ആൺ സുഹൃത്തിനോട് സംസാരിച്ചത് കൊണ്ടാണ് അത് ട്രിഗർ ചെയ്തെന്ന് വെച്ചാൽ. എനിക്ക് പറഞ്ഞാൽ ഒരു പെൺകുട്ടിക്ക് ഒരു ആൺ സുഹൃത്തിനോട് ഇങ്ങനത്തെ ടോക്കുകൾ പാടില്ല, അങ്ങനെ ഉണ്ടോ? തീർച്ചയായിട്ടും ഇല്ല, അങ്ങനെ പറയുന്നില്ലല്ലോ. അത് അജിത്തിന്റെ കാഴ്ചപ്പാടിൽ അത് തെറ്റായിരിക്കാം എന്നേ നമ്മൾ പറയുന്നുള്ളൂ. പക്ഷെ അതുകൊണ്ട് ഒരു പെൺകുട്ടിക്ക് ഒരു ആൺകുട്ടി സുഹൃത്തുണ്ടാവാൻ പാടില്ല, വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പാടില്ല എന്ന് ഒരിക്കലും ഒരിടത്തും നമ്മൾ പറയുന്നില്ല. അങ്ങനെയൊന്നും ഇല്ല. അജിത്ത് എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ട്രിഗർ ചെയ്തു, അത്രേ ഉള്ളൂ. സൊസൈറ്റിയിൽ അങ്ങനെയുണ്ടോ? സ്ത്രീകൾക്ക് അങ്ങനെ സുഹൃത്തുക്കൾ ഇൻഡിക്കേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ അങ്ങനെ നേരിടുന്ന ആണോ? അങ്ങനെ അവസ്ഥയുണ്ടോ? ഞാൻ നേരിടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഞാൻ നേരിടുന്നില്ല. എനിക്ക് എന്നെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ, ഐ മീൻ എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള കുറെ ആൾക്കാർ എൻ്റെ മെയിൽ ഫ്രണ്ട്സ് ആണ്. മെയിൽ ഫ്രണ്ട്സും ഉണ്ട്, ഫീമെയിൽ ഫ്രണ്ട്സും ഉണ്ട്. ഐ തിങ്ക് കുറെ ഏരിയാസിൽ അത് മാറുന്ന ഒരു സംഭവമാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഇപ്പൊ പറഞ്ഞ ഈ ടാബു അത് ഉണ്ട്.
സൊസൈറ്റിയിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എനിക്ക് നേരിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇത്രയും കൊല്ലങ്ങളായിട്ട് ഒരു കണ്ടീഷനിങ് ആണ്, ഇതാണ് ശരി, ഇതാണ് തെറ്റ്. അപ്പോ ഓൾസോ അതിന് ഇപ്പോഴാണ് നമ്മൾ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. ഐ ഫീൽ ലൈക്ക് ഇൻ ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ആണ് നമ്മൾ ചോദ്യം ചെയ്യാൻ തുടങ്ങിയത്. ആൻഡ് ഓൾസോ അതിന് താങ്ക്സ് ടു ദ മീഡിയ, താങ്ക്സ് ടു എക്സ്പോഷർ, അതൊക്കെ കാരണമാണ് ഈ സോഷ്യൽ കണ്ടീഷനിങ്ങിന് ഒരു ചെറിയ മാറ്റം വരാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ മാറ്റം എന്റെ അഭിപ്രായത്തിൽ വളരെ നല്ലതാണ്. ഇപ്പൊ എന്തുകൊണ്ടാണ് സ്ത്രീകളുടെ കേസിന് പോവാത്തത്? ഓഫ് കോഴ്സ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബട്ട് ഓൾസോ സോഷ്യൽ കണ്ടീഷൻ. അപ്പൊ അതിപ്പോ മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ മാറ്റങ്ങൾ നമ്മൾ കുറെ രീതി, സെപ്പറേഷനിലാണെങ്കിലും ഡിവോഴ്സിലാണെങ്കിലും സ്ത്രീകൾ പുറത്തു വന്ന് സംസാരിക്കുന്ന രീതിയിലാണെങ്കിലും അതൊക്കെ കാണുന്നുണ്ട്. ബിക്കോസ് സോഷ്യൽ കണ്ടീഷനിങ് എന്നുള്ളത് ഇപ്പൊ നമ്മൾ മാറ്റുന്നുണ്ട്. തീർച്ചയായും ഞാൻ ചോദിക്കുകയാണ്. കാരണം വെച്ചാൽ അപ്പൊ അങ്ങനെ ഒരു പോയിന്റ് ഉള്ളപ്പോൾ ഇൻഡിപെൻഡന്റ് ആവുന്നത് വളരെ നല്ല കാര്യമാണ്. സ്വന്തമായിട്ട് ഐഡന്റിറ്റി വേണം, സ്വന്തമായിട്ട് ജോബ് സെക്യൂരിറ്റി എപ്പോഴും വേണം. തീർച്ചയായും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ അങ്ങനെ ഉള്ളപ്പോൾ തന്നെ സൊസൈറ്റിയിലെ ഡിവോഴ്സ് റേറ്റുകൾ കൂടി വരുവാണ്. അതായത് അവരോട് ഒരു തവണ പബ്ലിക് റെസ്പോൺസ് എടുത്തപ്പോൾ അവർ പറഞ്ഞാൽ വെച്ചാൽ ഞാൻ ഇൻഡിപെൻഡന്റ് ആണ്, എനിക്ക് ഇനി ഒരാളെ ഡിപ്പെൻഡ് ചെയ്യണം, എനിക്ക് ഫാമിലി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേണമെന്ന് വെച്ചാൽ എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും, പിന്നെ എന്തിനാണ് ഒരു ഫാമിലി എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇൻഡിപെൻഡന്റ് ആവുന്ന അനുസരിച്ച് ഫാമിലി വാല്യൂ കുറയുകയല്ലേ ചെയ്യും. എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഒന്ന് പറഞ്ഞ് രണ്ടിന് ഡിവോഴ്സ് പോവുക. ഡിവോഴ്സ് റേറ്റ്സ് കൂടുന്നുണ്ടാവുമായിരിക്കാം. പക്ഷെ ഞാനും ഇതിനെക്കുറിച്ച് കുറെ ആലോചിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് ഒരു റിലേഷൻഷിപ്പ്? രണ്ടുപേര് ഹാപ്പി ആയിട്ട് ഇരിക്കണ്ടേ? ഇനി ആ ഒരു റിലേഷൻഷിപ്പിൽ ഹാപ്പിനെസ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഒന്നിച്ച് ജീവിക്കണേ? അപ്പോ ആ ഒരു റിലേഷൻഷിപ്പില് എന്റെ ഇതില് രണ്ടുപേരും ഒന്നിച്ച് വർക്ക് ചെയ്യണം, കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യണം, റെസ്പെക്ട് ഇംപ്രൂവ് ചെയ്യണം. അങ്ങനെ ഇംപ്രൂവ് ചെയ്ത് പോകുമ്പോഴാണ് ഒരു റിലേഷൻഷിപ്പ് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. അത് ഒരു മാരിഡ് ലൈഫ് മാത്രമല്ല ഞാൻ പറയണത്, അത് എന്ത് റിലേഷൻഷിപ്പും ആയിക്കോട്ടെ, ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, അവിടെയും ഒരു റെസ്പെക്റ്റും കമ്മ്യൂണിക്കേഷനും ആവശ്യമുണ്ടല്ലോ. ഇത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നു, ഈ കമ്മ്യൂണിക്കേഷനും റെസ്പെക്റ്റും കാര്യം. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ഇഷ്ടവും നമുക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതൊക്കെ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് വി അണ്ടർസ്റ്റാൻഡ് ഹൂ വി ആർ എസ് പീപ്പിൾ. എന്നിട്ട് ആ ഒരു ഇക്വേഷൻ, ആ ഒരു ഇത് വർക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ 100% നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ യു കാൺട്ട് ലിവ് ടുഗെദർ, യു കാൺട്ട് ലിവ് ടുഗെദർ. ഞാൻ എവിടെയോ കേട്ട ഒരു കാര്യമാണ്, ഇറ്റ്സ് ബെറ്റർ ടു ഹാവ്, ഐ മീൻ അവിടെ കുട്ടികൾ ഇൻവോൾവ് ആണ് എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു ഹാവ് 2 ഹാപ്പി പേരൻസ് ദെൻ 2 അൺഹാപ്പി, എപ്പോഴും അടി ഉണ്ടാക്കുന്ന പേരൻസ്. അപ്പൊ ആ കുട്ടിക്ക് 2 അച്ഛനും അമ്മയും ഒന്നിച്ചല്ല എന്നുണ്ടെങ്കിലും അവർ രണ്ടുപേരും ഹാപ്പി ആണെങ്കിൽ ആ കുട്ടി വളരുന്നത് ഇസ് വാച്ചിങ് 2 വെരി ഹാപ്പി പീപ്പിൾ. അപ്പൊ അത് അങ്ങനെ തന്നെയാണ്. ഡിവോഴ്സ് റേറ്റ്സ് കൂടുന്നുണ്ടാവുമായിരിക്കാം. അതിന് ഐ ഗെസ് നമ്മൾ ഇനി വെൻ വി ഗെറ്റ് ഇൻ ടു റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ അറേഞ്ച് മാരേജ് സെറ്റപ്പ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഇനി ആൾക്കാരെ കാണുമ്പോൾ, അവരെ മീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വാണ്ട്സും നീഡ്സും നമുക്ക് അറിയാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ ഒരു സൊസൈറ്റിയിൽ ഐ തിങ്ക് എല്ലാവർക്കും അവരുടെ വാണ്ട്സും നീഡ്സും അറിയാം. അതന്നെ അടിപൊളിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ സിനിമയിൽ തന്നെ ഉണ്ണിയുടെ കഥാപാത്രം പുള്ളിക്കാൻ പോസിറ്റീവ്, ഒരാൾക്ക് എപ്പോഴും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവും. പുള്ളിക്കാൻ പോസിറ്റീവ് ഷെയ്ഡുകൾ മാത്രമേ കാണിച്ചുള്ളൂ, നെഗറ്റീവ് ഷെയ്ഡ് പെർഫെക്റ്റ് ആയിട്ട്. ഒരു നോർമൽ ഒരു സൊസൈറ്റിയിലെ കാര്യത്തിൽ നമ്മുടെ ഒരു റിലേഷനിലുള്ളപ്പോൾ ബെസ്റ്റി അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഒരു ഫീമെയിൽ ഒരു ഗേൾഫ്രണ്ട് ഉണ്ടെങ്കിൽ അയാളുടെ അടുത്ത് മറ്റൊരു സുഹൃത്ത് മിണ്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇൻസെക്യൂരിറ്റി, ജെലസ്, അതൊക്കെയാണ് മെയിനായിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് കാരണം. അപ്പോൾ ഇതിനകത്ത് ഒരു ഉണ്ണിയുടെ പോസിറ്റീവ് സൈഡ്സ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇപ്പം താങ്കളുടെ കഥാപാത്രം ഉണ്ണിയോട് ചോദിക്കുന്നുണ്ട്, എന്താ അവരുമായിട്ട് മറ്റവരുമായിട്ട് കമ്പനി ആവാത്ത, പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, ഇവരുമായിട്ട് മാത്രമാണ് ഉണ്ണി കമ്പനി ആവുന്നത് എന്നൊരു പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നോർമലി ചിന്തിക്കുമ്പോൾ അജിത്തിന്റെ ഭാഗത്ത് ഒരു ഇതില്ലേ, കാരണം അവരുടെ ഫാമിലിയിലേക്ക് ഉണ്ണി എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം പെട്ടെന്ന് വന്ന് പുള്ളിക്കാരനെ ഉണ്ടാകുന്ന സ്വാതന്ത്ര്യത്തെക്കാൾ കൂടുതൽ ഉണ്ണി അത് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണല്ലോ. അങ്ങനെ ചിന്തിച്ചൂടെ? ചിന്തിച്ചോളൂ. അല്ല ഞാൻ കോമഡി ആയിട്ടല്ല പറയുന്നത്, കറക്റ്റ് ആണ്. അത് അജിത്ത് ലൈക് സുരാജ് ഏട്ടൻ പ്രൊമോഷൻസിന് ഇരുന്നപ്പോ സുരാജ് ഏട്ടൻ അജിത്തിന്റെ പെർസ്പെക്റ്റീവിലാണ് സുരാജ് ഏട്ടൻ കുറെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ എന്റെ ഹാപ്പി ഫാമിലി ലൈഫിൽ വേറൊരാള് വന്ന് കയറുമ്പോ അത് അജിത്തിന്റെ വ്യൂ പോയിന്റ് ആണ്. അജിത്ത് വാസ് ഇൻ എ ഹാപ്പി മാരിഡ് ലൈഫ്, ധന്യക്ക് ഹാപ്പി മാരിഡ് ലൈഫ് ആയിരുന്നില്ല. അപ്പൊ ആ സമയത്ത് അജിത്തിന്റെ വ്യൂ പോയിന്റ് മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനത്തെ അപ്പൊ അജിത്തിന്റെ വ്യൂ പോയിന്റില് ഉണ്ണി എന്ന് പറഞ്ഞ ഒരാള് ഫാമിലിയിലേക്ക് കയറി വന്നപ്പോ കൊളാക്കി.
പക്ഷേ കൊളായോ ചോദിച്ചാൽ എന്റെ പെർസ്പെക്റ്റീവിൽ കൊളായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞൊരു കാര്യം, അതല്ലെങ്കിൽ നമ്മൾ ഒരു നമ്മൾ നമ്മുടെ ഫാമിലിയിൽ നിന്ന് ഇറങ്ങി തിരിച്ച് നമ്മുടെ പേരൻസിന്റെ അടുത്തേക്കോ അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്കോ ചെല്ലുമ്പോൾ അവിടെ ആക്സെപ്റ്റ് ചെയ്യപ്പെടുമോ, ആക്സെപ്റ്റ് ചെയ്യപ്പെടില്ലെങ്കിൽ പോകാൻ വേറെ ഇടമില്ലായ്മ, അങ്ങനത്തെ ഒരുപാട്. പിന്നെ അതുപോലെ എഡ്യൂക്കേഷൻ, ചിലർക്ക് ഒരുപാട് പഠിപ്പുണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതാണ് ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് ഒരു ഇറങ്ങിപ്പോക്ക് ആർക്കും പറ്റാതെ വരുന്നത്. അതല്ലാണ്ട് ആരും ഭർത്താവ് എനിക്ക് സ്വാതന്ത്ര്യം തരാത്തത് കൊണ്ട് എനിക്ക് ഇറങ്ങിപ്പോരാൻ പറ്റാത്തതൊന്നും എവിടെയും ഇല്ല. കേരളത്തിൽ എല്ലാവരും ജീവിക്കുന്ന ഒരു ലെസ് ദാൻ 5% ആളുകൾ ജീവിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ കാണുന്നത് ഒരു ക്രീം ലെയർ സൊസൈറ്റിയാണ്. ആ സൊസൈറ്റിയിൽ ഇത് ഉണ്ടെന്നുള്ളത് ബാക്കിയുള്ള 95% കുടുംബങ്ങളിലേക്ക് കൊടുക്കുന്ന മെസ്സേജ് മോശമാകുന്നുണ്ട്. എങ്ങനെ ഈ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറഞ്ഞത് എല്ലാ ഇപ്പൊ അപ്പർ ക്ലാസ് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ലോവർ ക്ലാസ് എന്നൊന്നും തരംതിരിച്ചിട്ടല്ല, ഏത് ഫാമിലിയിലും നടക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതിനർത്ഥം എല്ലാ ഫാമിലിയും അങ്ങനെയാണെന്നല്ല. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് എന്താ ശ്രുതിയും ബീച്ചേട്ടനും ചെയ്ത അവരുടെ ഫാമിലി ലൈഫിൽ എവിടെയാണ് ഈ പറഞ്ഞ ഡൊമസ്റ്റിക് വയലൻസ് കാണിച്ചിട്ടുള്ളത്? ഇല്ലല്ലോ. അവരുടെ ഫാമിലി വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. ധന്യയുടെയും അജിത്തിന്റെയും ഫാമിലി മാത്രമാണ് അങ്ങനെയെന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികൾ ലോകത്തുള്ള എല്ലാ ഫാമിലീസിലും ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ അല്ലെങ്കിൽ അപ്പർ ക്ലാസ് ഫാമിലീസിൽ അങ്ങനെയാണ്, എപ്പോഴും അടിയാണോ എന്ന് എങ്ങനെ വിചാരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പൊ ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർ ഒരുമിച്ച് അച്ഛനും അമ്മയും ഡ്രോപ്പ് ചെയ്യാൻ വരുന്നു, അല്ലെങ്കിൽ ഇപ്പൊ ആനുവൽ ഡേ അല്ലെങ്കിൽ പേരന്റ്സ് മീറ്റിംഗിന് അവർ ഒരുമിച്ച് വരുന്നു. അവരുടെ സ്നേഹം കണ്ട് വളരുന്നത് എന്നും കുട്ടികൾക്ക് നല്ലത് തന്നെയാണ്. ആരും ഒരിക്കലും ഇങ്ങനത്തെ ഡൊമസ്റ്റിക് വയലൻസ് കണ്ടിട്ട് ഇതെല്ലായിടത്തും നടക്കുന്നതാണ്, അപ്പൊ എന്റെ വീട്ടിൽ നടക്കുന്നതും പ്രശ്നമില്ല എന്ന് ഒരിക്കലും ഒരു കുട്ടികളും ചിന്തിക്കത്തില്ല. പക്ഷെ ഇപ്പൊ ഇത് ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നടക്കുന്നില്ല എന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ. കാരണം എനിക്കൊരു 5 ഫ്രണ്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ the sad truth is that ആ 5 ഫ്രണ്ട്സിൽ 3 പേര് സെപ്പറേറ്റഡ് ആണ് ബിക്കോസ് ഓഫ് ഡൊമസ്റ്റിക് വയലൻസ്. ആൻഡ് ആ 3 ഫ്രണ്ട്സ് എൻ്റെ ഇതേ ഏജ് ഗ്രൂപ്പിൽ എനിക്ക് കിട്ടിയ പഠിത്തം, എനിക്ക് കിട്ടിയ എക്സ്പോഷർ, എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസസ്, എന്തെങ്കിലും ലോകവിവരം, അതൊക്കെ ഉള്ള 3 പേരാണ്. അവര് എന്തുകൊണ്ടാണ് അവരുടെ റിലേഷൻഷിപ്സ് പുറത്തേക്ക് ഇറങ്ങാൻ ഇത്രയും സമയം എടുത്തത്? നമുക്ക് ഇത്രയും റിസോഴ്സസ് ഉണ്ട്, ഇന്റർനെറ്റിലൂടെ ആണെങ്കിലും എന്ത് തെറപ്പിസ്റ്റ് ആണെങ്കിലും കുറെ റിസോഴ്സസ് ഉണ്ട് നമുക്ക്. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയ ഐ തിങ്ക് വെരി ഹൈ IQ ലെവൽസ് ഉള്ള അങ്ങനെ കുറെ സൊസൈറ്റൽ പ്രഷേഴ്സ് കാരണം എന്തുകൊണ്ട് കല്യാണം ആ ഒരു മാരേജ് ഇത് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസോ അതൊന്നും ഉണ്ടായിരുന്ന മാരേജസ് അല്ല, ഇത് ഡൊമസ്റ്റിക് വയലൻസ് കൊണ്ട് മാത്രം എന്തുകൊണ്ടാണ് അവര് ആ ഒരു മാരേജ് ലൈഫിൽ നിന്ന് പുറത്തിറങ്ങാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നത്? സോ ഇപ്പൊ ഇതൊക്കെ അങ്ങനത്തെ ഈ ഒരു അപ്പർ മിഡിൽ ക്ലാസ് ലൈഫിൽ ഉണ്ടാവില്ല എന്ന് പറയുന്നതിൽ ഞാൻ യോജിക്കുന്നില്ല. ഞാൻ ഫസ്റ്റ് ഹാൻഡ് കണ്ട ചില കാര്യങ്ങളാണ്. അവിടെ വേറൊരു ചോദ്യം ചോദിക്കാൻ പറയുന്നത്, ഒരു സ്ത്രീയെ ഫേസ് ചെയ്യുന്ന ഒരു പോലീസിൽ അവിടുത്തെ സീൻ ഒരു സ്ത്രീ എന്ന നിലയിൽ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവരെല്ലാം അവരാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ ഒരു പുരുഷൻ ഫേസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഒരു സപ്പോർട്ട് ഉണ്ടാവില്ല. അവന് ഫീൽ ലൈക്ക് ഇത് എന്താന്ന് അറിയോ, ഇത്രയും കൊല്ലം ഇങ്ങനെ സപ്രസ്ഡ് ആയി ഇരിക്കുന്ന ഒരു സെക്സ് ആണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ഇപ്പോ ഒരു വോയിസ് എങ്ങനെയോ വി ഹാവ് ഫൗണ്ട് ദ വോയിസ് അത് സംസാരിക്കുന്നുണ്ട്, അതിനെ കുറിച്ച് പക്ഷെ യു ആർ വെരി റൈറ്റ്. ഇത് ആണാണോ പെണ്ണാണോ അതല്ല, വയലൻസ് ഈസ് വയലൻസ്, ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. അത് ശരിയല്ല, അത് ഓക്കെ അല്ല. ടു വിച്ച് എവർ സെക്സ് ദിസ് ഇസ് ഹാപ്പനിങ്, ഇറ്റ് ഇസ് റോങ്. അപ്പോൾ ഈ സിനിമയിൽ ഇത് പറയുന്നു. ആൻഡ് ഐ ഫീൽ ലൈക്ക് ഇത്രയും സപ്രസ്ഡ് ആയിട്ടുള്ള ഒരു ഭയങ്കര സപ്രസ്ഡ് ആയിട്ടുള്ള ഒരു സെക്സ് ആണല്ലോ. അപ്പോൾ അവരുടെ ഒരു കഥ പറയണം. സോ വയലൻസ് ഇസ് വയലൻസ്. ഇപ്പൊ പറഞ്ഞ പോയിന്റ് ഞാൻ യോജിക്കുന്നുണ്ട്. ഈ സിനിമയിൽ ഇങ്ങനെയാണ് പറയുന്നത്. സത്യത്തിൽ എന്നിട്ട് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള നിയമം ഉണ്ടായിട്ടും ഇവിടെ സ്ത്രീകളല്ലേ കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത്, കൂടുതൽ സ്ത്രീകളല്ലേ ഉപദ്രവിക്കപ്പെടുന്നത്. എന്നിട്ട് ഈ പുരുഷന്മാരെ പേടിക്കുന്നൊന്നുമില്ല. പട്ടാളക്കാരന്റെ ഒരു കാര്യം പറഞ്ഞു, അപ്പൊ പുള്ളി നിരപരാധിയാണെന്ന് പറഞ്ഞിട്ട് അത് വലിയ വാർത്ത വന്നില്ല എന്ന്. നിങ്ങൾ തന്നെയല്ലേ മീഡിയക്കാര് അല്ലേ? നിങ്ങൾക്കത് ചെയ്യാമല്ലോ.
പിന്നെ അതിന് അധികം റീച്ച് ഇല്ലാത്തതുകൊണ്ടാണോ? ഞാൻ പറയുന്നത്. അപ്പൊ ആ കേസ് കൊടുത്ത സ്ത്രീക്കൊന്നുമില്ലേ? കേസ് കൊടുത്ത സ്ത്രീക്ക് എതിരായിട്ടൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. എന്തെങ്കിലും ഉണ്ടാവണമെങ്കിൽ ആ പുള്ളി ചിലപ്പോൾ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടായേക്കാം. അതും റിപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങളാണ് മീഡിയക്കാര്, നിങ്ങളാണ് ചേഞ്ചസ് കൊണ്ടുവരേണ്ടത്. ഞങ്ങള് ആക്ടേഴ്സ് ആണ്, ഞങ്ങള് സിനിമ ചെയ്യുന്നവരാണ്. സിനിമ നിങ്ങൾ സിനിമ കൊണ്ട് ഈ സമൂഹത്തിന് ഉത്ബോധിപ്പിക്കാൻ പറ്റുമെന്നാണ് അതേ നേരത്തെ ചോദിച്ച ചോദ്യം. ഇത് നിങ്ങൾക്കും അറിയാം, നമുക്കും അറിയാം, ഇത് ഭയങ്കര ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇപ്പൊ നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. ഒരു ഭയങ്കര ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് എന്ന് വെച്ചാൽ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടെയും അവിടെയും തൊടാതെയാണ് നിങ്ങളുടെ ചോദ്യങ്ങളും നമ്മുടെ ഉത്തരങ്ങളും. അങ്ങനത്തെ ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്, ഇല്ലേ? അത് ഞങ്ങളോടല്ല ചോദിക്കേണ്ടത്. ഒരു സിനിമകൾ എന്ന് പറയുന്നത് സമൂഹത്തിന്റെ റിഫ്ലക്ഷൻ ആണ്, സമൂഹത്തിനെതിരെ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ സിനിമയിലൂടെ ഒരു കലാരൂപത്തിലൂടെ കാണിക്കുന്നത്. അപ്പൊ ഇതും അങ്ങനെ ഒരു ഡിസ്കസ് ചെയ്യേണ്ട ഒരു സബ്ജക്ട് തന്നെയല്ലേ? ഒരു തീർച്ചയായിട്ടും അല്ലാതെ ആരും പറഞ്ഞിട്ടില്ല അങ്ങനത്തെ സിനിമകൾ വരണം, തീർച്ചയായിട്ടും വരണം. അങ്ങനത്തെ സിനിമകൾ വന്നാൽ അതിനെയും സപ്പോർട്ട് ചെയ്യുന്ന ആക്ടേഴ്സ് ഒക്കെ തന്നെയാണ് ഞങ്ങള്. അതായത് ഈ സിനിമ ഒരു പ്രമേയപരമായിട്ട് മലയാള സിനിമയിൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് കൊണ്ടുപോയെന്ന് വിശ്വസിക്കുന്ന ആളാണ്. സ്ത്രീകളുടെ സ്വകാര്യമായ ഒരു വിഷയത്തെ ഇത്ര ഗംഭീരമായിട്ട് ഒരു വയലിസ്റ്റിനെ ഒരിക്കലും എൻജോയ് ചെയ്യാൻ പറ്റാത്ത, എന്നാൽ ഈ സൊസൈറ്റി അറിയേണ്ട രീതി നല്ല ഹ്യൂമറസ് ആയിട്ടും എന്റർടൈനും നമ്മൾ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഇത് ഈ സമൂഹത്തിൽ എല്ലാവരും കാണുന്നതാണ്, പുരുഷന്മാരും സ്ത്രീകളും കാണുന്നതാണ് എന്ന് വിശ്വസിക്കുന്ന ആളുമാണ് ഞാൻ. അത് വെച്ചുകൊണ്ട് ചോദിക്കാം, ആക്ച്വലി നിങ്ങളുടെ സിനിമ എന്താണെന്ന് ഒരു 4-5 സെന്റൻസിൽ പറയാൻ പറ്റും? ഇത് സ്ത്രീകളുടെ സ്വകാര്യതയെ കുറിച്ചുള്ള സിനിമയാണ് അല്ലെങ്കിൽ ഇതൊരു എന്റർടൈനർ ആണ്, എന്താണ് ആക്ച്വലി? ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് സംസാരിക്കുന്ന സിനിമയാണ്. പക്ഷെ അതിപ്പോ അതാണ് ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞത്, ഞാൻ എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്തിനോട് എനിക്ക് ഓപ്പൺ ആയി പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സിനിമയാണ്. പക്ഷെ അത് ഫാമിലി ആയിട്ട് പോയി നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ അത്രയും നന്നായിട്ടാണ് ഇത് ചിത്രീകരിച്ചിരിക്കുന്നത്, അത്രയും നന്നായി എഴുതിയിട്ടുണ്ട് രാജേഷ് ഏട്ടൻ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഫാമിലി ആയി പോയി കാണണം എന്ന് നമ്മൾ പറയുന്നത്. എല്ലാവർക്കും മനസ്സിലാക്കണം, അതായത് ഒരു ഭാര്യയ്ക്കായാലും ഭർത്താവിനായാലും ആസ് എ ഫാമിലി ആയാലും നമ്മൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മളിനി എങ്ങനെ ആവാം, നമുക്ക് എങ്ങനെ ആവാം എന്നുള്ള തീരുമാനങ്ങളും തിരിച്ചറിവുകളും ഒക്കെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സിനിമയാണിത്. ഈ സിനിമ അക്സെപ്റ്റ് ചെയ്യാൻ മാത്രം മെച്ചൂർ ആണോ കേരളത്തിലെ സൊസൈറ്റി? അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. പല പരിപാടികൾ മീഡിയാസ് പോയ സമയത്ത് പ്രധാനപ്പെട്ട പല താരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. താരങ്ങൾ മാറി നിന്നിട്ടില്ല. ഇന്നത്തെ നമ്മളുടെ വുമൻസ് ആയിരുന്നു. സോ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. സോ അങ്ങനെ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നില്ല. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നിന്ന് ഇവിടുന്ന് മീഡിയാസ് വണ്ടിയാക്കി പോയിട്ട് തൃശ്ശൂരൊക്കെ ഉപയോഗിക്കും, അവിടുത്തെ തിയേറ്റേഴ്സിലും ഇതേപോലെ താരങ്ങൾ കാണാൻ സാധിച്ചിട്ടില്ല. സുരാജേട്ടൻ ഉണ്ടായിരുന്നു അവിടെ, ജോൺ ചേട്ടൻ ഉണ്ടായിരുന്നു, സുരാജേട്ടൻ ഉണ്ടായിരുന്നു, സുനിൽ ഗോപി ഉണ്ടായിരുന്നു, എല്ലാവരും അവിടെ പോയി നമ്മൾ പോയ സമയത്ത് കണ്ടില്ല. നിങ്ങളുടെ വീഡിയോസ് എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട താരങ്ങൾ കാണാൻ സാധിക്കുന്നില്ല. അതെ, അതേ ചോദിച്ചായിരുന്നു ബിജുവിന് എന്തുകൊണ്ട് വന്നില്ല. എല്ലാവർക്കും അവരുടേതായ പല പല തിരക്കുകൾ ഉണ്ടാവാം, ഇല്ലേ? അല്ല, തീർച്ചയായിട്ടും ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രൊമോഷൻ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു, ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എന്തെങ്കിലും തിരക്കുകൾ ഉണ്ടാവാം. ഇപ്പൊ എനിക്കാണെങ്കിലും ഞാൻ തിയേറ്റർ 6 വന്നിട്ടുണ്ടായിരുന്നില്ല, കാരണം ഞാൻ തിരക്കിലായിരുന്നു, അത്രേ ഉള്ളൂ.